അപ്പോൾ അടുത്തുകൂടെ പോകുന്ന ഏത് വൈറൽ ഇൻഫെക്ഷനും ഒരു പ്രമേഹ രോഗിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ മഴക്കാലത്ത് പ്രമേഹ രോഗികൾ വൈറൽ ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വൈറൽ ഇൻഫെക്ഷൻ കൂടാനുള്ള കാരണം പ്രമേഹ രോഗികളുടെ പ്രമേഹം കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വളരെ മോശമായിരിക്കും. അപ്പോൾ അടുത്തുകൂടെ പോകുന്ന ഏത് വൈറൽ ഇൻഫെക്ഷനും ഒരു പ്രമേഹ രോഗിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികളിൽ വൈറൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗം ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിക് രോഗികളിൽ വൈറൽ ഇൻഫെക്ഷൻ വരുന്നത് കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഡയബറ്റിക് സ്റ്റാറ്റസ് പൂർണ്ണമായിട്ട് കൺട്രോളിൽ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ 125-ൽ താഴെയും നിങ്ങളുടെ PPBS 200-ൽ താഴെയും നിങ്ങളുടെ HbA1c 6.5-ൽ താഴെയും നിർത്തിയാൽ ഒരു പരിധിവരെ വൈറൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. വൈറൽ ഇൻഫെക്ഷൻ മാത്രമല്ല, മഴക്കാലത്ത് മറ്റ് ഇൻഫെക്ഷനുകളും കൂടാനുള്ള സാധ്യതയുണ്ട് പ്രമേഹ രോഗികളിൽ. പ്രമേഹം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കാലിലൂടെയുള്ള ഇൻഫെക്ഷൻ, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി കാലിലൂടെയുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചെരുപ്പില്ലാതെ, ഷൂ ഇല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായാലും മഴക്കാലത്ത് ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്.